ഇക്ക, ഒരു സാറും 2 സ്റ്റുഡൻസും നമ്മുടെ ചിത്രാഞ്ജലിയിലേക്ക് ഒരു ടൂർ വന്നതാണ്. അപ്പൊ നമ്മുടെ ഷൂട്ട് നടക്കുന്നു പറഞ്ഞിട്ട് നിങ്ങളെ 3 പേരെ അവർക്കൊന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് വിളിച്ചോട്ടെ അവരെ. സാർ വന്നോളൂ കേട്ടോ. നമസ്കാരം. നമസ്കാരം. ഞാൻ പൂഴിക്കുന്ന് രാധാകൃഷ്ണൻ. ഞാനൊരു മാഷാണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന 2 കുട്ടികൾ. അപ്പോൾ ഞാൻ അവരുടെ ഒരു കള്ളം പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ നല്ലവണ്ണം പഠിച്ച് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അമൃത ടിവിയുടെ ഈ സ്റ്റുഡിയോയൊക്കെ കൊണ്ട് കാണിക്കാം, ഇവിടുത്തെ ആൾക്കാരൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ നല്ലവണ്ണം പഠിച്ചെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന വഴിക്കാണ് നിങ്ങളെ കണ്ടത്. നിങ്ങൾ കാറിൽ വന്നപ്പോൾ അവർ തൊട്ടപ്പുറത്ത് താമസിച്ചു. അവർ പറഞ്ഞു ഞങ്ങളിന്ന് പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ ഇവരെ കണ്ട് 2 വാക്ക് സംസാരിച്ചിട്ടേ പോകൂ എന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, സമയമായിട്ടുള്ളൂ, എക്സാമിന് ടൈം ആയിട്ടില്ല. അല്ല, അത് സമയമുണ്ട്. ഇപ്പൊ 9 മണിയാവുന്നല്ലോ, 10 മണിക്കാണ് പരീക്ഷ. അപ്പൊ ജസ്റ്റ് വരുമ്പോ ഒരു ഹായ് പറയുക, പറഞ്ഞു വിടുക. വിളിക്കാം. മക്കളെ നീ കയറി പോരെ. മതിയടാ മതിയടാ. നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഗറായിരുന്നു. താങ്ക് യു മാമ. സിനിമയിലൊക്കെ കാണുന്ന ചേച്ചി. ഈ ചേച്ചി നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ കാഴ്ച സിനിമയിൽ മമ്മൂക്കയുടെ മോളട്ടൊക്കെ വന്ന് നിങ്ങൾ ആ പാട്ടും പാടിക്കാൻ അന്ന് ഇമ്പ്രിക്കോളം ഉള്ളായിരുന്നു. ഇപ്പൊ വലുതായി. നല്ല മിടുക്കി പിള്ളേരാ കേട്ടോ. പേരൊക്കെ ഒന്ന് പറഞ്ഞോട്. പേരെന്താ? എന്നെ എല്ലാരും പെങ്ങളൂട്ടിന്നാ വിളിക്കുന്നത്. എന്നെ എല്ലാരും അളിയാന്നാ വിളിക്കുന്നേ. നിന്നോട് ചോദിച്ചോ എടാ, നിന്റെ ഒറിജിനൽ പേര് പറയടാ. എന്റെ ഒറിജിനൽ പേര് ബാലു വർഗീസ് ടോം ഇടുക്കള ബ്രിട്ടാസ് ജോൺ ജോസഫ്. ഇത്ര വലിയ നീളമുള്ള പേര്? ശരിക്കുള്ള പേര് ബാലു എന്നാണ്. പിന്നെ ഈ അച്ഛന്റെ പേരിൽ ഒരു തർക്കം ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഒന്നും സ്ഥിരപ്പെടുത്താതെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്. ആർക്കും പരാതി വരണ്ടെന്നുള്ളത്. അത് നന്നായി നന്നായി. എന്റെ പേര് സിനിമോള്. സിനിമകള്. ഇവര് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ +2 വരെയുള്ള എന്ത് ചോദ്യം ചോദിച്ചാലും എന്റെ മക്കള് പറയും മാത്രം മിടുക്കനാണ്. കാര്യം അവരെ പഠിപ്പിക്കുന്നത് ഞാനാണല്ലോ. സാറിന്റെ ശിഷ്യരല്ലേ? അതെ 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 അതെ. അപ്പൊ നമുക്ക് ഈ കുട്ടികൾ എത്രത്തോളം ബ്രില്യൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? സന്തോഷമേ ഉള്ളൂ. സാറ് ധൈര്യമായിട്ട് ചോദിച്ചോ. മോനെ, ഗ്രാവിറ്റി അറിയോ മോനെ? ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചോറ് കൊണ്ടുവരുമ്പോഴേ കൂടെ അതിനകത്ത് മീൻകറി കൊണ്ടുവരും. ഈ മീൻകറി കൊണ്ടുവരുന്ന പാത്രത്തിൽ നിന്ന് ഈ ഗ്രേവി ഇങ്ങനെ ഇറ്റിറ്റ് വീഴത്തില്ലേ, അതിനെയാണ് ഗ്രേവിറ്റി എന്ന് പറയുന്നത്. നിന്നെ പഠിപ്പിച്ചത് അതെ മനസ്സിലായി. അല്ല അത് കുഴപ്പമില്ല. അതെ, ഈ മലയാളത്തിലാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. സാറ് പെട്ടെന്ന് ഇംഗ്ലീഷിൽ അത് പറഞ്ഞപ്പോ അവന് പിടികിട്ടിയില്ല. മലയാളത്തിൽ ആ സാറെ ചോദ്യം ചോദിച്ചാൽ അവൻ പറയും. ഇതിന്റെ തന്നെ മലയാളം ചോദിച്ചാൽ പറയോ? മലയാളം മോനെ, എന്തോ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുത്വാകർഷണം അല്ലേ? ഒരു ടീച്ചറിനോട് ഒരു കുട്ടിക്ക് തോന്നുന്ന ഒരു ആകർഷണം, അതിനെയാണ് ഈ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പ്രേമ സിനിമയിലെ മലറില്ലേ, ആ മലർ ടീച്ചറിനോട് ഇന്ന് പരീക്ഷയ്ക്ക് ഇത് വരും, പഠിച്ചുകൊണ്ട് വരണമെന്ന് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞോ? എന്തുകൊണ്ട് നീ അത് പഠിച്ചില്ല? വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് ഇല്ലായിരുന്നുള്ളത് ഒരു ആൻസർ ആണോ? അല്ല, കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് പഠിക്കാമായിരുന്നല്ലോ. തീപ്പെട്ടി ഇല്ലായിരുന്നു. തീപ്പെട്ടി പിന്നെ എവിടെ പോയി? തീപ്പെട്ടി പൂജാമുറി വെച്ചൊക്കെയല്ലേ? എടാ, പൂജാമുറി പോയി നിനക്ക് ആ തീപ്പെട്ടി എടുത്തോണ്ട് വന്നാ പോരെ? അമ്മ പറഞ്ഞിട്ടുണ്ട് പൂജാമുറി കുളിക്കാതെ കയറിയാൽ തല്ല് മേടിക്കും. അതുകൊണ്ടാണ് ഞാൻ പൂജാമുറി തീപ്പെട്ടി എടുക്കാത്തത്. ശരി ശരി, എന്നാ നിനക്ക് പോയി കുളിച്ചിട്ട് എടുത്തൊരു കാര്യം. നമുക്ക് പഠിച്ചും വിളിക്കണാവണ്ടേ? കുളിച്ചിട്ട് പോയി നിനക്ക് പൂജാമുറി കയറാമല്ലോ. കുളിക്കാൻ ടാങ്കിൽ വെള്ളമില്ലായിരുന്നു സാർ. വെള്ളമില്ലെങ്കിൽ നിനക്ക് മോട്ടർ അടിച്ചാ പോരെ? എടാ, മണ്ടനാണോ? ഇങ്ങനെ ഒരു മണ്ടനാണ്, മണ്ട ശിരോമണിയാണ്. കറണ്ട് ഇല്ലാത്തപ്പോ എങ്ങനെ ടാങ്കിൽ വെള്ളം നിറയ്ക്കും? അത് പോട്ടെ, കിണറ്റിനകത്ത് കയറും തൊട്ടി ഉണ്ടായിരുന്നല്ലോ, അത് കോരി നിനക്ക് കുളിക്കാൻ വരുന്നല്ലോ. അത് രാവിലെ എടുത്ത് ഞാൻ കെട്ടിയിട്ട്. എന്ത് കഷ്ടമാണ്, നാണം കെടുത്താൻ വേണ്ടി. ഇല്ല സാറേ, ഇവൻ ഇച്ചിരി കുസൃതിയാണ്, പക്ഷെ മോളും പിടിക്കുകയാണ്. ആണോ പെൺകുട്ടി? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ? അറിയാം. പറഞ്ഞേ. ജീവചരിത്രം. ഓ, ഞാൻ പറഞ്ഞില്ലേ മോളും പിടിക്കുകയാണ്. അപ്പൊ
കറക്റ്റ് ആയിരുന്നു. അപ്പൊ പറഞ്ഞോടി ഓട്ടോബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാരന്റെ ജീവചരിത്രം. ഒരു ഓട്ടോക്കാരനോട് പ്രണയമാണ്. ഇതാണ് ഇവിടെ നിന്നെ ഓട്ടോ ബയോഗ്രാഫി എന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചത്. അയ്യോ കൊച്ചെ, നിനക്ക് കുറെ ആഗ്രഹങ്ങളില്ല. നീ എന്താണ് പറഞ്ഞത്? നിനക്ക് പഠിച്ച് വലിയ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞോ? ഡോക്ടർ ആവണം. ഇങ്ങനെ മണ്ടത്തരം ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെ ഡോക്ടർ ആവും? അതിനു വേണ്ടി നിനക്ക് MBBS സീറ്റ് കിട്ടുമോ? സീറ്റ് കിട്ടില്ലെങ്കിലും വേണ്ട, ഞാൻ കമ്പിയെ പിടിച്ച് നിന്ന് പഠിച്ചോളാം. ഞാൻ നിന്നെ എന്നെ അയ്യോ അയ്യോ മോളെ, ഞാൻ അത് നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. സാറേ ഒരു കാര്യം ചെയ്യൂ, ഒരു ചോദ്യം കൂടെ. ഇത് എന്റെ മോൻ കറക്റ്റ് ആയിട്ട് പറയും. പറയാം. അല്ല ഞാൻ ചോദിക്കാം അല്ലേ? അല്ലേ ചോദിക്കേ. നമ്മള് ഇംഗ്ലീഷ് ചോദിച്ചോണ്ടാണല്ലോ, മലയാളത്തിൽ ചോദിച്ചാലോ? ആ മലയാളത്തിൽ ചോദിക്കാം. സമകാലീനൻ. രണ്ട് കാലിനും സമം പോലെ നീളമുള്ളവനെ സമകാലീനൻ എന്ന് വിളിക്കും. ശരിയല്ലാണോ ഞാൻ പഠിപ്പിച്ചത്? കറക്റ്റ് ആണല്ലോ അവള് പറഞ്ഞു. എന്നൊരു കാര്യം ചോദിക്കട്ടെ, രാജാറാം മോഹൻ റായ്ക്ക് സതിയോടുള്ള നിലപാടെന്തായിരുന്നു? എന്റെ അറിവില് ഇവർക്ക് യാതൊരു ഇടപാടും ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. നിലപാട് ഒരു നിലപാടും ഇല്ല, അവർക്കൊരു ഏർപ്പാടും ഇല്ല. എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിൽ ഇത് വാട്സാപ്പിൽ വരേണ്ടതാണ്. ഇതാണോടാ ഞാൻ ഹിസ്റ്ററി ക്ലാസ് പഠിപ്പിച്ചേ? ഇവിടെ വാടാ. തല്ലരുത് സാറേ, ഇവിടെ വാടാ. തല്ലരുത്. ഇവിടെ വാടാ. എടാ നീ എന്താടാ മോൻ എങ്ങനെ ആയിപ്പോയത്? എടാ പഠിക്കണം ഇവിടെ. പഠിക്കാം. സാർ എന്നും വന്ന് നിങ്ങളെ ക്ലാസ്സിൽ പറയുന്നില്ലേ, നമുക്ക് എല്ലാത്തിനും നമുക്കൊരു ലക്ഷ്യം വേണം. നിനക്ക് പഠിച്ച് വലുതാവുമ്പോ എന്താവണം? കല്യാണ ചെറുക്കനാവണം. ഇതാണാടാ ഒരു ആഗ്രഹം. എടാ നിനക്ക് പഠിച്ച് വലിയ ജോലിയൊക്കെ കിട്ടി കഴിയുമ്പം കല്യാണ ചെറുക്കൻ ആയിക്കൂടെ? അത് ഒരു ആഗ്രഹമായിട്ട് കൂട്ടരുത്. അതെല്ലാം ചോദിച്ചേ. നിനക്ക് എന്ത് നേടണം? കല്യാണ പെണ്ണിനെ നേടണം. എടാ അതല്ലടാ, പിന്നെന്താണ്? ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണ്ടേ? ആ ലക്ഷ്യം എന്താണ്? നാം രണ്ട് നമുക്ക് രണ്ട്. അല്ല വേറെ ചോദ്യം ചോദിച്ചോട്ടെ, താജ്മഹൽ നിർമ്മിച്ചത് ആര്, ആർക്ക് വേണ്ടി? നിർമ്മിച്ചത് അതിന്റെ ഒരു മെയിൻ മേശരിയാണ്. അദ്ദേഹമാണ് അതിന്റെ രൂപകൽപ്പനയെല്ലാം ചെയ്തത്. പിന്നെ ഒരുപാട് പണിക്കാരുണ്ടെന്നാണ്. അങ്ങനെയാണോടാ ഞാൻ പഠിപ്പിച്ചത്? ഒരു ചക്രവർത്തിയുടെ പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ചക്രവർത്തി പണിഞ്ഞതല്ലോ, പണിയിപ്പിച്ചതല്ലേ. പണിഞ്ഞത് മേശരിമാരല്ലേ. അങ്ങനെ നീ ഉരുട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഷാജഹാൻ ചക്രവർത്തി, അതാണ് എന്റെ ഉത്തരം. ഷാജഹാൻ ചക്രവർത്തി. ഷാജഹാൻ ചക്രവർത്തി ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു നോവുന്നുണ്ട്. ഇത് ഒടിയുകയും ചെയ്തതിന് വേറെ കമ്പമില്ലല്ലോ ഭഗവാനെ. അതൊരു കാര്യം ചെയ്യും. ഇനി മോള് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. മാച്ചിനെ നാണം കെടുത്തരുത്. പശു ഇല്ലേ? പശു നമുക്ക് എന്ത് തരും? അയ്യോ നീ കുഞ്ഞ് 6ാം ക്ലാസ് പഠിക്കുന്ന നേഴ്സറി പഠിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുന്ന കണക്കാണ് അതൊക്കെ ചോദിക്കുന്നത്. അടി മേടിച്ച് എന്റെ ഊപ്പാട് തീരും. അതാണ് സേഫ്. വേണ്ട, ചോദിച്ചോ. മോളെ ഓർക്കണം, നേഴ്സറി മുതല് മാഷെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പശു നമുക്ക് എന്തെല്ലാം തരുന്നു? പശു നമുക്ക് ചവിട്ടും തൊഴിയും തരും, പിന്നെ ചാണകവും തരും. ഇങ്ങനെയാണോ പഠിപ്പിച്ചത്? പശു നമുക്ക് പാൽ തരുന്നു. പാല് തരുമല്ലോ, നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞ് എടുക്കുകയല്ലേ ചെയ്യുന്നത്. അല്ലാതെ അവള് പറഞ്ഞതിന് എന്താണ് തെറ്റ്? കറക്റ്റാണ്. അല്ലാതെ പശു രാവിലെ വന്ന് കതവി കൊട്ടിട്ട് ഒരു 10 ലിറ്റർ പാൽ അധികം ഇരിപ്പുണ്ട്, ഇന്ന് ഇവിടത്തേക്ക് വേണോന്ന് ഒന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ? പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ? പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ? മാർക്ക് കിട്ടിയാലും വേണ്ടി എനിക്ക് എന്റെ ജീവൻ കിട്ടിയാൽ മതി. എന്നാത്തല്ല സാറേ ഈ തല്ലുന്ന. പിന്നെ നീയൊക്കെ മന്ദബുദ്ധിത്തരം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തല്ലൂല്ലേ ഞാൻ? സാറേ ചുമ്മാ ഞങ്ങൾ ഇങ്ങനെ തല്ലുവാ സാറേ. ചുമ്മാ തല്ല. നീ എന്തെങ്കിലും തെറ്റ് ചെയ്യാതെ ഞാൻ ഇന്ന് വരെ നിന്നെ തല്ലിയിട്ടില്ല. തല്ലിയിട്ടുണ്ട്. എപ്പോ തല്ലി? എപ്പോഴും തല്ലു. അതുകൊണ്ട് കണ്ണുങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. എന്നെ എപ്പോഴും തണ്ട് ഒരു ചൂരൽ ഒടിഞ്ഞു. നന്നായി ഇന്ന് ഞാൻ കൊല്ലും. ഇന്ന് ഞാൻ കൊല്ലും എന്റെ ചൂരല്. അത് പോട്ട്. ഗസ്റ്റിന്റെ മുമ്പ് നീ എന്നെ കളിയാക്കരുത്. ഞാൻ അനാവശ്യമായിട്ട് ഒരു കാരണവുമില്ലാതെ നിന്നെ എപ്പോഴാണ് തല്ലി? അത് പറ. ചുമ്മാതിട്ട് തല്ലുവാ സാറേ, ചുമ്മാതിട്ട് തല്ലോ. നിങ്ങൾ കണ്ടതല്ലേ എന്നെ എന്തോരം ഉപദ്രവിച്ചു. എന്നെ കഴിഞ്ഞ ദിവസവും തല്ലി. എന്തിനാ സാറേ? എല്ലാരും പറയും സാറേ വായനാശീലം നല്ലതാണെന്നല്ലേ പറയുന്നത്. അതെ, അത് ഞാൻ വായിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ സാർ വന്ന് എന്നെ തല്ലി. അത് മോശമായി പോയി. സാറേ എന്താണ് വായിച്ചുകൊണ്ടിരുന്നെന്ന് ചോദിച്ചേ? എന്ത് വായിച്ചപ്പോഴാണ് തല്ലിയത്? ഞാനോ? എന്റെ അമ്മയുടെ ഭാവി മരുമോളുടെ മെസ്സേജ് ഞാൻ വായിച്ചപ്പോഴാണ് ഈ സാർ വന്ന് എന്നെ തല്ലിയത്. അല്ല, ഭാവി മരുമോള് പ്രേമം. അവൻ മുട്ടയെന്ന് വിരിഞ്ഞില്ല. അവന് പ്രേമം.
അവന് പ്രേമം, അവന് പഠിക്കാൻ നേരമില്ല, ഒന്നും അവന് പഠിക്കാൻ നേരമില്ല. മാഷ് മാഷ് പറഞ്ഞു കൊടുക്കണായിരുന്നു കറക്റ്റ് ആയിട്ട് എന്ത് ഞാൻ പറഞ്ഞു വായിക്കണം കൊടുത്തില്ലേ? എന്നൊക്കെ. അല്ലെങ്കിൽ തന്നെ നമ്മളെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പഠിപ്പിച്ച് വളർത്തിവിടുന്ന മാതാപിതാക്കൾ അവർ മാഷന്മാരെ ശ്രദ്ധിക്കണം. പറയണം. അതെ, നമുക്ക് പറയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ പ്രേമം എന്നൊക്കെ പറഞ്ഞു നടന്നാൽ അവർ നശിച്ചു പോകത്തില്ല. ഏത് സമയം 24 മണിക്കൂർ മൊബൈലിൽ ചാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും. നിന്നെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞ പെണ്ണില്ലേ, അല്ലെ നീ പ്രേമിക്കുന്ന പെണ്ണ്, അവളുടെ നമ്പർ ഇതാ. അവളുടെ അച്ഛനെ വിളിച്ചിട്ട് എനിക്കൊന്ന് സംസാരിക്കണം, ഗുണദോഷിക്കണം. അവളുടെ പേര് പറ. വേണ്ട സാറേ, കുഴപ്പമാവും. ഇല്ല, കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. വേണ്ട. അവളുടെ പേര് പറ നീ. രേഷ്മ സിയാർ. രേഷ്മ സിയാർ. അവളുടെ അച്ഛന്റെ പേര് പറ. പൂഴിക്കുന്ന് രാധാകൃഷ്ണൻ. ഇടാ, അത് ഞാനല്ലേ? ആണോ? അപ്പൊ നീ എന്റെ മോളാണ് പ്രേമിക്കണേ. നടത്തി തരണം, ഇത് നടത്തി തരണം. നിന്നെ ഓടിക്കാം. നടത്തി തരണം സാർ. സാർ, അത് നടത്തി തരണം.